അതേപോലെ സാന്ദർഭികമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനത് ഒരു ഉപദേശമായിട്ടൊന്നും ആരും കൂട്ടണ്ട. ഓൺലൈനിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഉപദേശമായിട്ട് കൂട്ടുന്നത്, ഞാനത് പറയാനുള്ള അർഹതയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, വിഷമം കൊണ്ട് പറയുന്നത്. ഉസ്താദുമാരെ ചീത്ത പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ വല്ലാതെ പതിവാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കേരളത്തിൽ ഞാൻ തുറന്നു പറയാം, കേരളത്തിൽ സുന്നികളായ 4 വിഭാഗമുണ്ട്. കേരളത്തിൽ സുന്നികളായ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള AP ഉസ്താദിന്റെ ഒരു ടീമുണ്ട്, നല്ലൊരു സംഘമുണ്ട്, വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് വലിയ ഇഷ്ടമാണ് ഉസ്താദിനെ. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നല്ല സംഘം സുന്നികളാണ് ആലിമീങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നജീബ് ഉസ്താദിന്റെ ടീം വേറെ ഉണ്ട്, തെക്കേ കേരളത്തിൽ വേറെ ടീമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, സാധാരണക്കാരായ ആളുകൾ ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പണ്ടേ ഉള്ളതാണ്. ഏതുവരെ വെച്ചാൽ വലിയ വലിയ ഇമാമിയങ്ങള് ഖിലാഫ് അല്ലി ഷെയ്ഖി എന്ന് പറഞ്ഞിട്ട് വരെ കിതാബിൽ എഴുതി വെച്ചിട്ടില്ലേ. എന്റെ ഷെയ്ഖ് പറഞ്ഞതിനെതിരായിട്ട് എന്റെ അഭിപ്രായം ഇതാണ് എന്ന് വരെ കിതാബുകളിലുണ്ട്. അതിന്റെ അടുത്ത് ഷെയ്ഖിനോട് തെറ്റിയെന്നല്ല, മൂപ്പരോട് കച്ചറ ഉണ്ടാക്കിയെന്നല്ല, അത് റെസ്പെക്റ്റ്ഫുള്ളി ഉള്ള വിയോജിപ്പ്, ലെറ്റ് us agree to disagree എന്ന് പറയില്ലേ, എന്ന് പറയുന്ന ഒരു മെത്തേഡാണത്. അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നല്ല. AP ഉസ്താദ് ആണെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാപ്പയാണെങ്കിലും, അതേപോലെ തന്നെ സുലൈമാൻ ഉസ്താദ്, റയീസുൽ ഉലമ ഉസ്താദ് അവർകളാണെങ്കിലും, ആലിക്കുട്ടി ഉസ്താദ് ആണെങ്കിലും, നജീബ് ഉസ്താദ്, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ സ്നേഹമാണ്. അത് വെറുതെ കാണിക്കില്ല, നമുക്കറിയാൻ തോന്നുന്നുണ്ട്. ഒരു വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടിക്കല്, പിന്നെ പോയാൽ മൊത്തം പ്രശ്നം. അങ്ങനല്ല. വലിയ വലിയ ആലിമീങ്ങൾക്കിടയിൽ ഉസ്താദുമാർക്കിടയിൽ വെറുപ്പിന്റെ ഒരു കണിക പോലും ഇല്ല. അവർ അതേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു അല്ലെങ്കിൽ ഇമാം അഹ്മദ് ഇവർ ഭയങ്കര എതിരാണെന്ന് അല്ല, ഭയങ്കര ബഹുമാനാണ് അവർ തമ്മിൽ. ഇപ്പൊ ഏതുവരെ വെച്ചാൽ ഇമാമിങ്ങൾ, ഇപ്പൊ ഒരു ഇമാമിന്റെ അടുത്തേക്ക് വേറെ ഇമാം പോയി, ഈ ഇമാമ് ആ ഇമാമിന്റെ അടുത്തേക്ക് പോയപ്പോൾ ആ ഇമാമിന് ഈ ഇമാം പറഞ്ഞൊരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എന്നാൽ ആ ഇമാമിന്റെ അടുത്ത് പോകുമ്പോൾ ആ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ചാണ് അമല് ചെയ്യുക. അവരങ്ങനെയാണ് ജീവിച്ചത്. അല്ലാതെ അവിടെ പോയിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ തന്നെ ഇമാമുക്ക് ഞാൻ കാണിച്ചു തരട്ടോ, നിങ്ങൾ പറഞ്ഞതിന് എതിരാണ് ഞാനിന്ന് കാണിക്കലല്ല. അവിടെ ആ മഹാന് എന്താണോ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിനെതിരാണ്, എന്നിട്ടും ആ മഹാൻ പറഞ്ഞതിന് അത് അനുകൂലമായി നിന്നിട്ട് ആ അദബ് പാലിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ ഞാൻ പറയണം, ആലിമീങ്ങളെ കുറ്റം പറയണ്ട. ഇനി ഏത് വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ഇപ്പോൾ AP ഉസ്താദിനെ അല്ലെങ്കിൽ വേറെ ഒരു ഉസ്താദിനെ ഒരു തങ്ങളെ കുറേ കുറ്റം പറഞ്ഞു, അയാളെ കുറ്റം പറയാൻ നമ്മൾ പോണ്ട. കാരണം എന്താണെന്ന് പറയുക, AP ഉസ്താദ് എപ്പോഴും പറയുന്നൊരു വാക്കെന്താ, എന്നെ കുറ്റം പറഞ്ഞതും പറയാനുള്ള ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാ. അപ്പൊ AP ഉസ്താദ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ആ ചങ്ങായിക്ക് അതുകൊണ്ട് ഒന്നും കിട്ടൂല, കുറ്റം കിട്ടൂല, ഓൻ സ്വർഗത്തേക്ക് പോകും. അതേസമയം ഓനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ നരകത്തേക്ക് പോകും. അത് അയാളെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ആൾക്കാർ ഈ AP ഉസ്താദിനൊക്കെ പഴയ കാലത്ത് കുറ്റം പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അത്രമാത്രം വലിയ ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് AP ഉസ്താദ്. ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞതിന്റെ പേരിൽ എത്രയോ ആളുകൾ, ഇന്നലെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഞാൻ AP ഉസ്താദിന്റെ അടുത്ത് പോയി പൊരുത്തപ്പെടിച്ച ആളാണ്, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു, ഞാൻ ഇന്നലെ ആളിനോട് പറഞ്ഞു, ഞാൻ AP ഉസ്താദിന്റെ പോയി പൊരുത്തപ്പെടിച്ച ആളോ ചെറുപ്പക്കാരൻ. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളെ കുറ്റം പറയാൻ നമ്മൾ പോണ്ട. ഇനി നാൾ പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അത് വേറെ തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷെ ഇത് ഒരു 4 ആളെങ്കിൽ ശ്രദ്ധിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാണ്, പണ്ഡിതന്മാരെ ഒരിക്കലും നമ്മൾ ചീത്ത പറയാൻ പോരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അത് ഒരു വിഭാഗം, മറ്റു പല വിഭാഗങ്ങളുണ്ട്, അതൊക്കെ ഖൈർ തന്നെയാണ്, എല്ലാ ഖൈറിനാണ്. അതുകൊണ്ട് ഓരോ നാട്ടിൽ മദ്രസകൾ കുറേ ഉണ്ടായി, ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ. അപ്പൊ നമ്മൾ ഒരു ബഹുമാനത്തോടു കൂടെ, ഒരു സ്നേഹത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ഉസ്താദുമാർ, വലിയ ഉസ്താദുമാർ പഠിപ്പിച്ചത് അതാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ട് ആ വിഷയത്തിൽ. നമ്മൾ വലിയ ഉസ്താദ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിനോടോ AP ഉസ്താദിനോടോ ഒക്കെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കും. അവർ എത്ര ബഹുമാനത്തോടെ, എത്ര ഇഷ്ടത്തോടെയാണ് മറ്റു പണ്ഡിതന്മാരെ കുറിച്ച് സംസാരിക്കുന്നത്. വെറുപ്പോട് കൂടെ അല്ല, അത് നമുക്കുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈമാൻ കേടുവരുന്നൊരവസ്ഥ, പണ്ഡിതന്മാരെ സോഷ്യൽ മീഡിയയിൽ തെറി പറയുന്ന, കൈകാര്യം ചെയ്യുന്ന, അത് നമ്മൾ കൈകാര്യം ചെയ്യരുത്. നമ്മുടെ പ്രത്യേകിച്ച് ബുർദ ചൊല്ലുന്ന, ത്വലാത്ത് ചൊല്ലുന്ന ആൾക്കാർ സ്വഭാവം നന്നാവണം. ആ കൂട്ടത്തിൽ നമ്മളാരും പെട്ടുപോകരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു.